ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തൊലിയൊക്കെ കളഞ്ഞു വന്ന് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ജാറിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ച പഴം ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലോട്ട് നമുക്ക് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്ര മധുരം വേണ്ടെങ്കിൽ കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ്. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാവേ. അപ്പോൾ 10 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇനി അര കപ്പ് മൈദയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് എല്ലായിടത്തും മൈദയൊക്കെ എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിതിന് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഈ സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഒഴിച്ച് കൊടുക്കവേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്ക് ചിലപ്പോൾ പഴം കഴിക്കുന്നത് അത്ര ഇഷ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ പഴവും കഴിക്കും. ഹെൽത്തി ആയിട്ട് ഉള്ള സ്നാക്കും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ബ്രൗൺ കളറായിട്ട് ഷെയ്ഡൊന്ന് മാറുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചുമ്മാ അത് പറയുന്നല്ല, നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കും കൂടിയാണ്. അതുപോലെ തന്നെ 10 മിനിറ്റ് മതി കേട്ടോ. ഇതിന് ടൈമെന്ന് പറയാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എല്ലാവരുടെ വീട്ടിലും കാണും നേന്ത്രപ്പഴം അല്ലേ. എല്ലാവരുടെ വീട്ടിലും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള ചേരുവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മളെല്ലാം കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു നെയ്യപ്പം ഉണ്ണിയപ്പം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ